നമസ്കാരം. വരിക വരിക സഖിയുടെ ആദ്യത്തെ 2 വരി കഴിഞ്ഞുള്ളൂ. ഇനി അടുത്ത അനുപല്ലവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചൊൽക്കെട്ടെന്ന് എന്താ അതിന് പറയുക, ജതി എന്നാണ് ഇപ്പോൾ എല്ലാവരും സാധാരണയായിട്ട് പറയുന്നത്. ജതി എന്നാണ് പറയുക. ഭരതനാട്യത്തിലൊക്കെ ജതി എന്ന് പറയുന്ന മാതിരി നമ്മൾ അടവുകൾ എല്ലാം കൂടി കോർത്തൊക്കെയുള്ള ഒരു കോവ മാതിരി അതാണ് ചെയ്യണത്. അപ്പം അത് ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലൊക്കെ പറയുന്നത് ജതിയായിട്ടല്ല നമ്മൾ പറയണത്. പാട്ട് ഞാൻ കഴിഞ്ഞോണം അത് പറഞ്ഞു. അപ്പം അതാണ് ഇനി ചെയ്യണത്. തീം തക്കിടഭിന്നം തരികിടഭിന്നം തക്കതിമി തക്കു തരികിടതിമി തക്ക. ഇതാണ് ഇത്രയുള്ള ഒരു വരിയുള്ളൂ. അപ്പം അതിൽ തകണത്തിൽ നിന്നും 2 അടവെടുക്കുന്നുണ്ട്, ധകണത്തിൽ നിന്ന് 1 അടവെടുക്കുന്നുണ്ട്, പിന്നെ തീരുമാനത്തിൽ 1 അടവെടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 അടവുകൾ കോർത്തിട്ടാണ് ഈ ഇത് ചെയ്യുന്നത്. അപ്പം ഇതിൽ തീം താന്നുള്ളത് തകണത്തിലെ നിമ്നോന്നതയിലെ ഒടുവിൽ തടവാണ്. തെയ്യത്തതാണ് തെയ്യത്ത ദ്രുക്കു തക്ക തീണ തൊ. ഈ അടവിൻ്റെ ആദ്യത്തെ പകുതി, അതായത് തെയ്യത്ത ദ്രുക്കു തക്ക മാത്രം, തതിഗണത്വം എന്നുള്ള ഭാഗമില്ല. അപ്പം ആ അടവിൻ്റെ ആദ്യത്തെ പകുതി. ഇനി ധകണത്തിലെ ധി, ഇതിപ്പോൾ എൻ്റെ കൈ ഇങ്ങോട്ട് വരുന്നില്ല, താഴെ വരെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ വരെ വരണം, എന്നാലേ ആ മുക്കാൽ വൃത്തം കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് തന്നെ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ധിക്ക് ധിന്നം, ധകണത്തിലാണ് ധി കി ധിന്നം എന്നുള്ള ധിന്നം എന്നുള്ള ഹംസപാദത്തിലുള്ള ആ ഭാഗം മാത്രം, ധിക്ക് എന്നുള്ളതില്ല. അതായത് ആ അടവിൻ്റെ 2ാമത്തെ പകുതിയാണ് എടുക്കണം. പിന്നെ അത് തകണത്തിലേനെ ദിത്തി തൈ ദി തീ തൈ ദി തീ തൈ ആ അടവ്. പിന്നെ തീരുമാന അടവാണ് തൈ തൈ ദി തി തൈ 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 ദി തി തൈ തൈ ദി തി തൈ തൈ ദി തി തൈ തൈ ദി തി തൈ. ഇങ്ങനെ ഈ 4 അടവുകൾ കോർത്തിട്ടാണ് ഈ ഒരു വരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാടി ചെയ്യുമ്പോൾ തീ തക്കിട ഭിന്നം തരികിട ഭിന്നം തക്ക ദീനി തക്ക ജനു തരികിടദീനി തക്ക. ഇത്രയാണ് ആ വരി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സാഹിത്യത്തിലേക്ക് കടക്കുള്ളൂ. അപ്പം ഈ ഇത്രയും ചെയ്ത് ഇന്നിപ്പം ധന്യയെ കൊണ്ട് നമുക്ക് അതൊന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാലിലൊക്കെ വിസ്തരിച്ച് ധന്യരി. ഇനി നമ്മൾ വരുന്നത് ടീച്ചർ പറഞ്ഞതുപോലെ അടവിലേക്കാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് തെയ്യത്ത ധൃഗതക തതിക്കിണതവും എന്ന അടവിൻ്റെ ഫസ്റ്റ് പോർഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ആ അടവ് ഫുള്ളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരാം. അരമണ്ഡലം നല്ലപോലെ താന്നതിന് ശേഷം തെയ്യത്ത ധൃഗു തക തതികിണതവും. ഇതിൽ ഫസ്റ്റ് പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ധീം താ തക്കീട. ഇനി വരുന്നത് ധിന്നം. ധിന്നം എന്ന് പറയുന്നത് ഹംസപാദം എടുക്കുന്ന കാര്യം പറഞ്ഞില്ല ടീച്ചർ, അത് തന്നെ പൊങ്ങിയിട്ട് നല്ലപോലെ അരമണ്ഡല ധിന്നം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ബാക്ക് തിത്തിത്തേ എടുക്കണം. ബാക്ക് തിത്തിട്ട് അതൊന്ന് കൂട്ടിയെടുത്ത് നോക്കാം. ധീം തക്കീട ഭിന്നം തരികിട ഭിന്നം. ഇത് നമ്മൾ ഓൾറെഡി ബാക്ക് തിത്തിത്തേ നമ്മൾ നേരത്തെ ഒരു ഞാൻ അന്ന് ഡീറ്റെയിൽ ആയിട്ട് ബാക്ക് തിത്തിത്തയുടെ കാര്യം പറയുകയും ചെയ്തതാണ്. അപ്പം ദിത്തിത്തൈ ദിത്തിത്തൈ. ഇനി തെയ് തൈ ദിത്തിത്തൈ തൈ തൈ ദിത്തിത്തൈ തൈ ദിത്തിത്തൈ തൈ ദിത്തിത്തൈ തൈ. അതെടുക്കുമ്പോഴും അതെ നല്ലപോലെ അരമണ്ണം എന്താണ് തൈ, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് തൈ. ഇനി നമ്മൾ നേരെ മുന്നോട്ടേക്ക് വന്നിട്ട് ധി തി തൈ തൈ തൈ
ധി തി തൈ. നീ തൈ തിത്തി എടുക്കുന്നു. തൈ എടുത്തിട്ട് നല്ലപോലെ ഈ കൈ പോണ പോലെ തന്നെ ബോഡിയുടെ മൂവ്മെന്റ് നല്ല റൗണ്ടായിട്ട് വരും. അപ്പൊ തൈ ധിത്തി, കണ്ണും വട്ടത്തില്. തൈ ധിത്തി തൈ, തൈ ധിത്തി തൈ. ഇത്രയും നിന്ന് കൂട്ടിച്ചേർത്ത് നോക്കാം. പിന്നെ അടുത്ത ചാരി നമ്മൾ അത് അടുത്ത ഭാഗത്തിലേക്ക് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത അനുപല്ലവിയിലേക്കാണ് കടക്കുന്നത്. സാഹിത്യം അതാണ്. എന്തുവാൻ ചൊന്നതവൻ എന്തായിരുന്നു ഭാവം, കൺകളിൽ കോപം കൊണ്ടു കാരുണ്യം കൊണ്ടുപോകും. ഇവിടെ മുതൽ നവരസങ്ങളുടെ ആദ്യത്തെ വരിക വരഗുണം എന്നുള്ളതിൽ വീരഭാവം വന്നു. ബാക്കിയുള്ള ഭാവങ്ങളൊക്കെ ഇനിയാണ് രസങ്ങൾ വരുന്നത്. അത് കുറച്ച് വിസ്തരിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം ഒരു ചാരിയുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക്. ശരി, നമസ്കാരം.